വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണമാണ് ഇന്ന് കഴിഞ്ഞത്. ബജറ്റ് അവലോകനത്തിനായി എൻ്റെ കൂടെയുള്ളത് മലബാർ ജേണലിന്റെ ചീഫ് എഡിറ്റർ കെ.പി. സീതനാഥ്. സർ, എങ്ങനെയാണ് ഈ ഒരു ബജറ്റിനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ നെതിരെ ഉണ്ടായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിമർശനമെന്ന് പറയുന്നത് അവർ സാമ്പത്തികമായ വലിയ ഇനെഫിഷ്യൻസിയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നാണ്. അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വലിയ കെടുകാര്യസ്ഥത നിലനിൽക്കുന്നു എന്നായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ പ്രതിപക്ഷം മാത്രമല്ല, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെന്നോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിടിപ്പുകേടുകളെന്ന് പറയുന്നത്. UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തന്നെ ഒരു പ്രധാന ഘടകമായിട്ട് വന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഈ കഥകളായിരുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ പെരുകുന്ന കടം, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ധൂർത്ത്, ഇങ്ങനെ പല നിലയിൽ ആ ഒരു നറേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വളരെ ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു ബജറ്റ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ തന്നെ 2026-27 ഒരു ബജറ്റ് പാസ്സാക്കിയ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തന്നെ പാസ്സാക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബജറ്റ് എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ UDF സർക്കാർ വരുമ്പോഴത്തേക്ക് അവർ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെട്ടിരുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ചില പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്നുള്ളതായിരുന്നു. അതായത് സാമ്പത്തിക മേഖലയെക്കുറിച്ചിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഓൾറെഡി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്, വിദഗ്ധ സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതികളും അത്തരത്തിലുള്ളൊരു വിഷനും പ്രകടിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ ഇതാണ് ഇന്ന് വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാനാവില്ല. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നയമായിട്ട് വന്നിട്ടുള്ളത് ഭൂപരിഷ്കരണം 2.0 എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് എന്ത് മാറ്റമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മുഴുവൻ തന്നെ കുറച്ച് കാലമായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്കഷനാണ് ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. കാരണം 2-3 കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടത്ര ഭൂമി നൽകാനില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. വ്യവസായികൾക്ക് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടും മറ്റുമെല്ലാം ഭൂമിക്ക് ഇതില്ല. 2, കേരളത്തിലെ ഭൂമിയുടെ വില മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ വിലയാണ് കേരളത്തിൻ്റെ ഭൂമി. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരഹിതരുടെ വിഷയമാണ്. പ്രത്യേകിച്ച് ആദിവാസികൾ, ദളിതർ, മത്സ്യത്തൊഴിലാളികൾ, ഈ 3 മേഖലയിൽ വരുന്ന മനുഷ്യർക്ക് ഭൂമി ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആണ് ഈ പറയുന്ന ഭൂപരിഷ്കരണം 2.0 എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, ഏത് നിലയിലാണ് അവരത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം നമുക്ക് പൊതുവിൽ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭൂപരിഷ്കരണത്തിൻ്റെ പരിധിയിലില്ലാതെ നിന്നത് നമ്മുടെ തോട്ടം ഭൂമികളാണ്, പ്ലാന്റേഷൻസാണ്. അതായത് റബ്ബർ, തേയില, കാപ്പി, ഏലം, ഈ 4 തോട്ടവിളകളാണ്. ആ തോട്ടവിളകളുടെ ഭൂമിക്ക് പരിധിയില്ലാത്തത്. അപ്പം മറ്റ് ഭൂമികളെല്ലാം തന്നെ ഒരു മാക്സിമം നിങ്ങൾക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി നിങ്ങൾക്ക് കൈവശം വയ്ക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്, 5 അംഗ കുടുംബത്തിന് വയ്ക്കാൻ പറ്റില്ല. അപ്പം ഈ ഭൂമിയിലെ കാര്യത്തിലാണ് ഇപ്പം പറയുന്നത്, ഈ തോട്ടം ഭൂമിയുടെ കാര്യത്തിലാണ് ഈ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ ഒരു പേരിൽ പറയുന്നുണ്ടെന്നെങ്കിലും പ്രധാനമായിട്ട് ഈ തോട്ടം ഭൂമിയുടെ കാര്യത്തിലാണ് ചില മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവികളും എല്ലാം തന്നെ അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് ഈ തോട്ടവിളകളെന്ന് പറയുന്നത് റബ്ബർ ആയാലും ശരി, കാപ്പി ആയാലും ശരി, തേയില ആയാലും ഏലമായാലും എല്ലാം ഇതൊന്നും പഴയതുപോലെ പ്രോഫിറ്റബിളായ ലാഭകരമായിട്ടുള്ള ഒരു
പ്രവൃത്തിയല്ലാതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ ഭൂമി ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് ആ ഭൂമിയെ കുറച്ചെങ്കിലും ഈ പറയുന്ന നോൺ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ്, അല്ലാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ തോട്ട വിളകളല്ലാത്ത വിളകൾക്ക് വേണ്ടിയോ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നത്. അത് ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരും അതിന് മുമ്പുള്ള സർക്കാരും എല്ലാം തന്നെ 5% കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിബന്ധന അനുസരിച്ചിട്ട് ഇപ്പോൾ റബ്ബർ ആണെന്നുണ്ടെങ്കിൽ റബ്ബർ മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തേയിലയാണെങ്കിൽ തേയില മാത്രമേ പറ്റുള്ളൂ, കാപ്പിയാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഏക വിള എന്നുള്ളത് മാറ്റിയിട്ട് തരത്തിലുള്ള വിളകൾക്ക് സാധ്യമാവും. ഇതെല്ലാം പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് അവരെന്ത് മാറ്റങ്ങളാണ് ഉദ്ദേശിക്കണമെന്നുള്ളത് അത് ഈ പറയുന്ന ഇവരുടെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത് പഴയ പദ്ധതികളുടെ പേര് മാറ്റി പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു വിമർശനത്തിന് കഴമ്പുണ്ടോ? അതിലിപ്പം വിമർശനം എന്ന് പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുക. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി. പക്ഷെ വളരെ കൂടുതലായിട്ട് നമ്മൾ ഈ ബജറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാരുകളുടെ എല്ലാത്തിൻ്റെയും ഒരു കാര്യം വരുമാനത്തിനപ്പുറമുള്ള ചെലവും അല്ലെങ്കിൽ വരുമാനത്തിനേക്കാൾ കൂടിയ ചെലവും കുറഞ്ഞ വരുമാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വരുമാനം ഉയർത്താനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തന്നെയും നമുക്ക് ഇതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ്. ഒരു ഗൈഡ് ഇപ്പം ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നു, നമ്മുടെ കേരളത്തിനെ പോർട്ട് സിറ്റിയാക്കി മാറ്റുന്നു, പിന്നെ സാമ്പത്തിക 3 ഇടനാഴികൾ വരുന്നുണ്ട്, ഇങ്ങനെയെല്ലാമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ ഏതാണ്, വരുമാനം എങ്ങനെയാണ് നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആണ് ഈ ഒരു ബജറ്റിനകത്ത് ഒരു തരത്തിലുള്ള വലിയ ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിനെതിരെയായിട്ടുള്ളൊരു പ്രധാന വിമർശനം വരുമാനമില്ലാതെ ഇങ്ങനെ കടം വാങ്ങി ചിലവഴിക്കുന്നു എന്നുള്ള ഒരു നിലയിലായിരുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉദാഹരണം? അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞത് നമുക്ക് സ്വർണം വ്യാപാരത്തിന്മേൽ കേരളത്തിന് 600 കോടി രൂപയാണ് സർക്കാരിന് കിട്ടുന്ന വരുമാനം. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഏതാണ്ട് 15,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് അത് നേടിയെടുക്കാൻ പോകാതെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം പറയുന്ന ഒരാൾ ഇപ്പം അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അതിൻ്റെ. അപ്പം അത് പറയുമ്പോഴത്തേക്ക് അതിന് അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് വരുമാനം ഉയർത്താനായിട്ടുള്ള ഏതെങ്കിലും നിലയിലുള്ള ഒരു പോംവഴി അദ്ദേഹം കണ്ടെത്തിയിരിക്കും എന്നുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ധനകാര്യ വിദഗ്ധനെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് കാണാനില്ല ഈ ബജറ്റിൽ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ. മെഡിക്കൽ കോളേജുകളെ കുറച്ചുകൂടെ നല്ലതാക്കിയ രീതിയിൽ വികസിപ്പിക്കും. അതുപോലെ പുതിയ 2 മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിനൊക്കെ വേണ്ടി വകയിരുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ആ പദ്ധതി ഇന്ദിരാഗാന്ധിയിൽ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതി, പക്ഷെ അതിനു വേണ്ടിയും വകയിരുത്തിയിട്ടുള്ള തുക വെറും 10 കോടി മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനുവേണ്ടി വകയിരുത്തുന്ന തുക എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിൽ തന്നെ ഇപ്പം ഈ പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി മാറ്റിയിട്ട് വെച്ചിട്ടുള്ള പൈസയും വളരെ തുച്ഛമാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഭാവി, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പം രശ്മി പറഞ്ഞതുപോലെ തന്നെ വയനാട്, കാസർഗോഡ്, മഞ്ചേരി, ഇടുക്കി ഈ 4 മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ശോചനീയമാണ്. അവൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യും. 2 പുതിയ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജും ഒരു മെഡിക്കൽ കോളേജ് ഹരിപ്പാടും, ഇതിനെല്ലാത്തിനും കൂടെ വകയിരുത്തിയിട്ടുള്ളത് 100 കോടി രൂപയാണ്. ഇപ്പം നമുക്കറിയാം ഒരു നല്ല മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടുന്ന ഒരു കെട്ടിടം കെട്ടുന്നതിന് തന്നെ മിനിമം ഒരു 500 കോടിയെങ്കിലും രൂപ ചിലവ് വേണ്ടി വരും.
അപ്പോൾ ഇവർ ഏത് നിലയിലാണ് ഇത്തരം പദ്ധതികളെ കാണുന്നതെന്നുള്ളത്. കാരണം ഇത് ഒരു ചെറിയ തുക അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ചില ടിങ്കറിങ് എന്നെല്ലാം നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ അതിനെ ഒരു നിലയിൽ, ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നു എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, അതിനെ ഇത്തരം എന്താ പറയുന്ന ഒരു സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കണം, അതിന് ഇത്ര രൂപ വേണ്ടി വരും. അല്ലാതെ വെറുതെ ഒരു 100 കോടി രൂപ ഇങ്ങനെ വെച്ചു എന്ന് പറയുന്നത് അത് തികച്ചും ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമായിട്ട് ആണ് തോന്നുന്നത്. ഒരു പൊളിറ്റിക്കലി ഒരു വിഷനുള്ള ഒരു നിലയിലുള്ള ഒരു ആരോഗ്യ നയത്തിനെ കുറിച്ചിട്ട് ഇന്ന നിലയിലാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് പോവേണ്ടത് എന്നുള്ള ഒരു വിഷനുള്ള ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നു. ഹരിപ്പാട് നിന്ന് ഇപ്പം അവിടെ തൊട്ടടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉണ്ട്. 30 കിലോമീറ്റർ തന്നെ ഡിസ്റ്റൻസ് രണ്ട് ഇതായിട്ടുള്ള ഇതില്ല എന്ന് തോന്നുന്നു. അപ്പം എന്താണ് ആ ചോയ്സിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്? അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് രണ്ടാമത്. അപ്പം ഒന്നാമത് നമുക്ക് ഓൾറെഡി തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം ആ ഒരു മെഡിക്കൽ കോളേജിനെ വീണ്ടും അതിനെ ക്വാളിറ്റേറ്റീവ്ലി ഉയർത്തുക, വേറൊരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് വയ്ക്കുന്ന നിലയിലുള്ള ഒരു ഇതിന് പകരമായിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജിനെ ഉയർത്തുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി അവരുടെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എയിംസ് നിലവാരത്തിലേക്ക്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവാരത്തിലേക്ക് മെഡിക്കൽ കോളേജുകൾ ഉയർത്തുമെന്ന്. അപ്പം ഇത് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പോരല്ലോ. കാരണം ഇതിന് ചിലവുണ്ട്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനെ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നും വ്യതിരിക്തമാക്കി മാറ്റി നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളാണോ, അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സൗകര്യങ്ങളാണോ, അങ്ങനെയൊക്കെ ഉള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം അത് എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല പ്ലാനിങ്ങും ചിന്തകളും എല്ലാം ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ഇലക്ഷന് മുമ്പ് ഇവരുടെ തന്നെ ഒരു ഇതായിട്ടുള്ള ഡോക്ടർ ലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ട് വലിയ പഠനം നടത്തി എന്നാണ് പറയുന്നത്. ആ പഠനത്തിൻ്റെ ശുപാർശകളോ അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ഉൾക്കാഴ്ചകളോ ഒന്നും തന്നെ ഇന്നത്തെ ബജറ്റ് സ്പീച്ചിലോ ബജറ്റ് ഡോക്യുമെൻറ്റ്സിലോ നമുക്ക് കാണാനാവില്ല. അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ കൊച്ചിയിൽ JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി വരുന്നു, അതുപോലെ വേറെയും 1-2 പ്രഖ്യാപനങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും ഈ ഒരു മേഖലയിൽ കൊണ്ടുവരാമെന്ന മാറ്റങ്ങൾ, അതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല, സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഫിലിം സിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൊച്ചിയിൽ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിന് എന്താണ് ഒരു ഫിലിം സിറ്റി കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമല്ല. എന്താണ് അത് ഒരു വിഷൻ വേണം. അപ്പം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതിന് ആ നിലയിലുള്ള വലിയൊരു റെക്കഗ്നിഷനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു പെർമനൻ്റ് വേദി ഉണ്ടാക്കുക, അത് ഒരു വലിയ ബ്രാൻഡായി മാറിയ ഒരു സംഭവമാണ്. ഈ ബ്രാൻഡിനെ ഇനി നമ്മൾ എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റേറ്റീവ്ലി എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യുന്നത്, അതിനെ ഗ്ലോബലി എങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷനാണ് വേണ്ടത്. അല്ലാതെ നമ്മളൊരു ഫിലിം സിറ്റി നമ്മളിവിടെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവിടെ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നു. അപ്പം ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ പറയുന്ന കാൻ എന്ന് പറയുന്ന സ്ഥലം, ആ ഫിലിം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നമ്മുടെ കോവളം പോലെയൊക്കെ ഉള്ള ഒരു ബീച്ച് ഉള്ള ഒരു ചെറിയ പട്ടണമാണ് ഫ്രാൻസിലെ. അപ്പോൾ അത് ഈ സിനിമ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിങ്ങിലാണ് അത് ലോകം മുഴുവൻ അറിയുന്നത്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് അടുത്ത് നമ്മുടെ ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോ ഉണ്ട്, തിരുവല്ലത്തിനടുത്ത്, കോവളത്തിന് തൊട്ടടുത്താണ്. അതിനെ ഒരു പെർമനൻ്റ് ഫെസ്റ്റിവൽ വെന്യൂ ആക്കി മാറ്റിക്കൂടാ, ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ? ഇപ്പോൾ ഇതൊക്കെ ഇന്ന് വളരെ എളുപ്പത്തിൽ അതിൻ്റെ നോളജും അതിൻ്റെ വിവരങ്ങളും ഒക്കെ കിട്ടാനുണ്ട്. എന്ത് തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് വേണം, എന്ത് തരത്തിലുള്ള ഫെസിലിറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു വിഷൻ ഉള്ള നിലയിലുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ JC ഡാനിയൽ ഫിലിം സിറ്റി ഇവിടെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ മുഴുവൻ, നമ്മുടെ സിനിമാ വ്യവസായം അല്ലെങ്കിൽ സിനിമയുടെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾ ഫെസ്റ്റിവൽ നടത്തും, ഇവിടെ ഫിലിം സിറ്റി നടത്തും. അങ്ങനെയുള്ള നമ്മുടെ റിസോഴ്സസ് ഒരു ഫോക്കസ് ഇല്ലാതെ പോകുന്ന നിലയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക.
അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മുകളിലുള്ള, അതായത് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് വേണ്ടുന്നത് നയപരമായിട്ടുള്ള ഒരു വീക്ഷണവും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ള വില്ലുമാണ്. അതൊരു പൊളിറ്റിക്കൽ വില്ലാണ് അത് വേണ്ടത്. പൊളിറ്റിക്കൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ദീർഘവീക്ഷണം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. പലപ്പോഴും നമ്മുടെ ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിനാണ് അതില്ലാത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉള്ള റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല ഇൻട്രസ്റ്റുകൾക്കായിട്ടും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ പൊതുവേ കാണുന്നത് ആ നിലയിലുള്ള ഒരു സമീപനമാണ്.